ഹായ്, അപ്പോൾ നമുക്ക് ഇന്ന് വീട്ടിൽ തന്നെ എങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കാനാണ് അപ്പം നോക്കാൻ പോകുന്നത്. ഡൈ സ്റ്റിക്കേഴ്സ് എങ്ങനെ മേക്ക് ചെയ്യുക. നല്ല സിമ്പിളാണ് വീട്ടിൽ തന്നെ സ്റ്റിക്കർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം തന്നെ ഗൂഗിളിൽ പോയിട്ട് പിൻട്രസ്റ്റ് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ക്യൂട്ട് സ്റ്റിക്കേഴ്സ് നമുക്ക് വരുന്നതായിരിക്കും. അതിന് നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നമ്മൾ നേരെ ട്രേസ് ചെയ്യുക. എളുപ്പപ്പണിയാണ്, നേരെ ട്രേസ് ചെയ്യൽ. ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പിൽ. ഇതെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ആപ്പ് എന്താ പറയുക, ഒരുപാട് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് ഏതാ തിരഞ്ഞു നോക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. പിന്നെ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സിമ്പിളാണ്. അതിനകത്ത് എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ സ്റ്റിക്കർ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റിക്കറിനെയൊക്കെ ഒരു പേപ്പറിലേക്ക് നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ട് അതിന് ഔട്ട്ലൈൻ വരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അതിൻ്റെ മുകളിലേക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചെടുക്കാനുള്ളത്. അത് ഒരുപാട് വിൻഡേജ് സ്റ്റിക്കറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അത്രയ്ക്ക് നല്ല ഓപ്ഷൻസാണ് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പിലുള്ളത്. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവരും ഇത് പ്രിൻ്റ് എടുത്തിട്ട് ഇത് സ്റ്റിക്കറാക്കാണ് പതിവ്. വേണമെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്യും സ്റ്റിക്കറും ആക്കാം. എങ്ങനെയുണ്ട് അപ്പോൾ ഈ ഒരു ഐഡിയ? പിന്നെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ പേപ്പറിൽ ഒട്ടിക്കാൻ പാടില്ല. ഫോയിൽ ഷീറ്റിലോ അല്ലെങ്കിൽ നെയിം സ്ലിപ്പ് കിട്ടുന്ന പേപ്പറില്ലേ അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പറയ്ക്കാനായിട്ട് ഇച്ചിരി പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ അടിപൊളി സ്റ്റിക്കേഴ്സ്. അത്രയ്ക്ക് അടിപൊളിയൊന്നുമല്ല, എങ്കിലും എനിക്കിഷ്ടമായി. ഞാൻ അത്രയ്ക്ക് നന്നായിട്ട് ഉണ്ടാക്കുന്ന ആളൊന്നും അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല സ്റ്റിക്കർ ഉണ്ടാക്കിയത്. ഇത് ഭയങ്കര ഈസിയാണ് ചെയ്യാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ ഇതെല്ലാം ട്രേസ് ചെയ്താട്ടോ 1-2 വരച്ചതാണ്. അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് സ്റ്റിക്കറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യൂട്ട് കവാലി സ്റ്റിക്കേഴ്സാണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത്, അല്ലെങ്കിൽ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഇല്ലാത്തവർക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ കവാലി ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടും. അതിന് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ പ്രിൻ്റ് ചെയ്തെടുക്കാം. ഒരു ദിവസം തന്നെയല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. 2 ദിവസം 3 ദിവസം കൊണ്ടാണ് ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. കാരണം ഒരു ദിവസം വരയ്ക്കലും കളറടിക്കലൊക്കെ ആയി. പിന്നെ ഒരു ദിവസം സ്റ്റിക്കർ ഉണ്ടാക്കണ പണിയായിരുന്നു. ഇത് സിമ്പിളാണ്. നിങ്ങൾക്ക് 2-3 ഉണ്ടാക്കിയെടുക്കുന്നവർക്ക് വേഗം തന്നെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ. പിന്നെ കൂടാതെ തന്നെ യൂണിക്കോണിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തിയും ഇതുപോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവളുടെ കയ്യിൽ വെച്ചേക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സ്റ്റിക്കേഴ്സ്. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ബൈ.